ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളിലൊന്ന് തേജസ് യുദ്ധവിമാനം. കഴിഞ്ഞ ദിവസം ദുബായ് എയർ ഷോയിൽ തകർന്നു വീണതും ഇതേ തേജസ് യുദ്ധവിമാനം തന്നെയാണ്. 2001 ആദ്യമായി പരീക്ഷണ പറക്കൽ നടത്തിയ ശേഷം 24 വർഷങ്ങൾക്കുള്ളിൽ തേജസിന്റെ രണ്ടാമത്തെ അപകടമാണിത്. രാജസ്ഥാനിൽ ഒരു പരിശീലന പറക്കലിനിടെയായിരുന്നു തേജസിന്റെ ആദ്യ അപകടം. എന്നാൽ അന്ന് പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയതുകൊണ്ട് തന്നെ ജീവൻ അപകടത്തിലാകാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണ പൈലറ്റിന് സ്വയം ഇജക്റ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നതാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. 2024 മാർച്ച് 12 തേജസിന്റെ ആദ്യ അപകടം. ജയ്സാൽമീറിൽ പരിശീലനത്തിനായി പറന്നുയർന്ന തേജസ് ജെറ്റ് വിമാനം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ലക്ഷ്മിചന്ദ് സൽവാൾ കോളനിക്ക് സമീപത്തുള്ള ഒരു ഹോസ്റ്റലിന്റെ മുറ്റത്താണ് തകർന്നു വീണത്. വലിയ സ്ഫോടനമുണ്ടാവുകയും അവശിഷ്ടങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിരുന്നു. അന്ന് പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയതായും സുരക്ഷിതനായതായും വ്യോമസേന സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് സംഭവത്തിന്റെ തന്നെ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു. ദൃശ്യങ്ങളിൽ വിമാനം തെന്നി നീങ്ങുന്നതും ലാൻഡിംഗ് ഗിയർ തുറന്ന നിലയിൽ തകർന്നു വീഴുന്നതും കാണാമായിരുന്നു. പൈലറ്റ് പാരച്യൂട്ട് തുറന്ന് നിലത്തേക്ക് ഇറങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെ അപകട കാരണം കണ്ടെത്താൻ ഒരു അന്വേഷണ സംഘവും രൂപീകരിച്ചിരുന്നു. ആദ്യത്തെ തേജസ് അപകടം സൈനിക വ്യോമയാന മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിരുന്നുവെങ്കിലും നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആശങ്ക തള്ളിക്കളയുകയാണ് ഉണ്ടായത്. 2016 ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയ ലൈറ്റ് കോമ്പാക്ട് വിമാനമായ തേജസ് ഫ്ലൈയിങ് ഡാഗേഴ്സ് എന്നറിയപ്പെടുന്ന നമ്പർ 45 സ്ക്വാഡ്രനാണ് ആദ്യമായി പ്രവർത്തിച്ചത്. 2020 ഇത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്പർ 18 സ്ക്വാഡ്രൺ. ഒരു മൾട്ടി റോൾ ഫൈറ്റർ വിമാനമായ തേജസ് ആക്രമണ വ്യോമ പിന്തുണയ്ക്കും ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾക്കുമുള്ള ക്ലോസ് കോമ്പാക്ട് സപ്പോർട്ടിങ്ങിനുമായി രൂപകൽപ്പന ചെയ്തിരുന്നതാണ്. ആ വിഭാഗത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ വിമാനം കൂടിയായിരുന്നു അത്.